ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അവിടെയുള്ള ക്ലയൻസിനോടെല്ലാം തന്നെ പറയുന്നുണ്ട് കൺമണി, എനിക്കൊരു അവസരം തരണം. എൻ്റെ ഡിസൈൻ എന്തായാലും പോയി, പക്ഷേ ഒരു അരമണിക്കൂർ എനിക്ക് സമയം തന്നാൽ ഞാൻ വീണ്ടും ഒരു ഡിസൈൻ ചെയ്തു തരാം എന്ന് പറയുന്നു. തനിക്ക് എന്തായാലും കൈകൊണ്ട് വയ്യ, പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുക? കാരണം പ്രത്യേകിച്ച് അരമണിക്കൂർ കൊണ്ടൊന്നും ഒരിക്കലും ഒരു ഡിസൈൻ പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. പിന്നെ തൻ്റെ കൈകൊണ്ട് വയ്യ, പിന്നെ തലയ്ക്ക് മുറിവേറ്റു, അതുകൊണ്ടാണോ കുട്ടി ഇങ്ങനെയൊക്കെ ബോധമില്ലാതെ സംസാരിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ എനിക്ക് സാധിക്കും സർ, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തോളാമെന്നും കൺമണി ഉറപ്പ് തരുന്നു. പിന്നെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ലൈവായിട്ട് തന്നെ ഞാൻ ആ ഡിസൈൻ ചെയ്യുമെന്ന് പറയുന്നു. കുട്ടിയുടെ ഈ കോൺഫിഡൻസ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഓവറായിട്ടാണ് തോന്നുന്നതെന്ന് പറയും. ഈ ഡിസൈനറുടെ ഈ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ള രീതിയിൽ കൃഷിനോടും ദേവസ്ഥാനോടൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കൺമണിയെ പൂർണ്ണ വിശ്വാസമാണ്, അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കി നടത്തി തരുമെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഒരു അരമണിക്കൂർ. അതിനപ്പുറം പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കളിയാക്കുന്നത് പോലെ ആയിരിക്കും. പിന്നെ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഓർഡർ കിട്ടില്ല, ഞങ്ങൾ പരിചയമുള്ള ഒരു കമ്പനിയിൽ നിന്നും കിട്ടില്ല എന്നും പറയുന്നു കേട്ടോ. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കൺമണിയെ എന്ന രീതിയിലും ദേവ് സാർ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ സന്തോഷത്തോടുകൂടി കൺമണി ഡിസൈൻ ചെയ്യാൻ ആരംഭിക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വരുണിനെ കാണിക്കുന്നത്. കൺമണിയുടെ ആദ്യത്തെ ഡിസൈൻ തട്ടിയെടുത്തത് വരുണാണല്ലോ. അങ്ങനെ കരീം സാഹിബ് വരുന്നുണ്ട്. മോനെ, നിനക്കെന്നെ പരിചയമുണ്ടോ എന്ന് പറയുന്നു. എനിക്കിപ്പോൾ പിന്നീടാണ് തൻ്റെ വീടൊക്കെ എഴുതി മേടിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഓർക്കുന്നുണ്ട്. എന്താ മോന് പണി? കൺമണി മോളുടെ ഡിസൈൻ മോഷ്ടിക്കുകയാണോ ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാനൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. എൻ്റെ പൊന്നു മോളെ, വെറുതെ നീ ഓരോന്ന് പറയണ്ട, എന്തായാലും നമ്മുടെ ആൾക്കാർ വന്നിട്ടുണ്ട്, ഒന്ന് പോയാലോ എന്ന് പറയുന്നുണ്ട്. ഞാനിങ്ങോട്ടും വരുന്നില്ല, നിന്നെ ഞങ്ങൾ കൊണ്ടുപോവാണെന്ന് പറഞ്ഞിട്ട് വരുണിനെ തട്ടിക്കൊണ്ട് പോവാ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആ ഡിസൈൻ റൂമിലാണ് തന്നെയാണ്. അങ്ങനെ ഡിസൈൻ ചെയ്യാനായിട്ട് കൺമണി റെഡി ആവുന്നു. ദേവ് സാറ് പറയുന്നുണ്ട്, മോളെ നിൻ്റെ തലയ്ക്ക് പരിക്കുണ്ട്, കയ്യിനും സാമാന്യ വേദനയുണ്ടാവും, നീ എങ്ങനെ ഡിസൈൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ദൈവം അനുഗ്രഹിച്ച കൈകളാണ് നിൻ്റെ മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ നീ ഈ ഡിസൈൻ പൂർത്തിയാക്കും, അതിന് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവുമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ കൺമണിയുടെ ആ ഡിസൈനിന് വേണ്ടിയിട്ട്. അതിനുശേഷം തന്നെ കൃഷി പറയുന്നുണ്ട്, നിനക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നീ അത് ഡിസൈൻ പൂർത്തിയാക്കും. സാറ് എനിക്കൊരു ആത്മവിശ്വാസം തരുവാണെങ്കിൽ ഞാൻ തീർച്ചയായും ഈ ഡിസൈൻ പൂർത്തിയാക്കും സാർ. എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ ആത്മവിശ്വാസവും നിനക്കുണ്ടാവും കൺമണി, നിനക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കൂ, നിനക്കല്ലാതെ മറ്റൊരാൾക്കും ഇത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കോൺഫിഡൻസ് കൊടുക്കുക കേട്ടോ കൺമണിക്ക്. അതിനുശേഷം ശ്രീദേവിയാണ് കാണിക്കുന്നത്. മാനസ വിളിച്ചിട്ട് അവിടുത്തെ വിശേഷം എന്തായാലും ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഡിസൈൻ റൂമിലുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാനുള്ള അനുവാദം ഇല്ലല്ലോ മാഡം, നീ അവിടെ പോയി ഒന്ന് അന്വേഷിക്കുക. കുറേ സമയമായിട്ട് അവൾ അതിനകത്ത് തന്നെയാണ്, ചിലപ്പോൾ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ടാവും, അതായിരിക്കും. എന്തായാലും നീ അന്വേഷിച്ചിട്ട് വായോ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ കൺമണി ഡിസൈൻ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു കേട്ടോ. പകുതിയൊക്കെ എത്തുമ്പോൾ കൺമണിയുടെ കയ്യിന് നല്ല വേദന ഉണ്ടായതുകൊണ്ട് കുഴഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ കൃഷാണെങ്കിലോ അടുത്ത് നിന്ന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. കൃഷിൻ്റെ ഈ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെ കൺമണി ആ ഡിസൈൻ വരച്ചു തുടങ്ങുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ബലരാമൻ തന്നെയാണ് കാണിക്കുന്നത്. ബലരാമനാണെങ്കിലോ സ്വന്തം അച്ഛനും അമ്മേനെയും അനിയത്തിനെയൊക്കെ കാണാനായിട്ട് വരുന്നു കേട്ടോ. കൃപയാണെങ്കിലോ ഏട്ടൻ്റെ കല്യാണം നടത്താനുള്ള ഉത്സാഹത്തിൽ നിൽക്കുകയാണ്. ചേട്ടാ, ഈ പെൺകുട്ടിയുടെ മുഖം തന്നെ നോക്കിയേ, ഇവരുടെ കണ്ണും മൂക്കും അതുപോലെ തന്നെ മുഖം കണ്ണ് എന്ത് ഭംഗിയാണ്, ഏട്ടന് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ സാഗറുണ്ട് അവിടെ നിൽക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതെന്താ അങ്ങനെ ഒരു പറച്ചിൽ, ഞങ്ങൾക്ക് മനസ്സിലായി, അമ്മയ്ക്ക് ഇഷ്ടമായോ, അമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ എന്ന രീതിയിലൊക്കെ ബലരാമൻ പറയുന്നുണ്ട്. ആർക്കിഷ്ടമായില്ലെങ്കിലും ഞങ്ങളിത് നടത്താൻ തീരുമാനിച്ചു, അമ്മയ്ക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ സുജുവിനെ കാണാനായിട്ട് ബലരാമൻ അങ്ങോട്ട് ചെല്ലുന്നു. അമ്മയ്ക്ക് ഇഷ്ടമായോ, അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. മോൻ ഇങ്ങോട്ട് വന്നേ, അമ്മയ്ക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് സുജു എന്തായാലും ബലരാമനെ കുറച്ച് അങ്ങോട്ട് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് കൺമണി ആ ഡിസൈൻ വരച്ച് പൂർത്തീകരിച്ചിരിക്കുന്നു. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. ഇത് കാണുന്ന ദേവ് സാറും കൃഷും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലയൻസും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. കൺമണി അത്രയും ഗംഭീരമായിരിക്കുന്നു, ഒന്നും നോക്കാനില്ല, ഈ ഓർഡർ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇത്രയും മികച്ചൊരു കലാകാരി നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സൂപ്പറായിരുന്നു എന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇത് അലികയ്ക്ക് കിട്ടിയൊരു നേട്ടമാണ്, പിന്നെ ഇതിൻ്റെ വില നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അലികയാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങളല്ല.
ഇനി എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടുമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ കൃഷ്ണനും കൺമണിക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുട്ടി പറഞ്ഞില്ലേ മനസ്സുകൊണ്ടാണ് വരയ്ക്കുന്നത് എന്നുള്ളത് സത്യമാണ്. ഇപ്പം ഞങ്ങളും കൺമണിയും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നത്. ഇപ്പം കൺമണി തന്നെ വിജയിച്ചു. അങ്ങനെ തന്നെയാണ്, കലാകാരികൾ തന്നെയാണ് വിജയിക്കേണ്ടത്. ഈ ഒരു വെല്ലുവിളി താൻ ഏറ്റെടുത്തു, അത് വിജയകരമായി പൂർത്തീകരിച്ചു. അടിപൊളിയായിട്ടുണ്ടെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ എല്ലാവരുടെ മുന്നിൽ. അഭിമാനത്തിന് നിറകൂടായിട്ട് കൺമണിയും കൃഷ്ണൻ നിൽക്കുന്നുണ്ട്. പിന്നീട് സുജു ആണെങ്കിലോ ബലരാമന് ചായ കൊണ്ടേ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ അമ്മയുടെ കൈ കൊണ്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളത്. അതെയോ, എന്നൊരു ചായ അമ്മയോണ്ട് ഉണ്ടാക്കുന്ന ചായയാണെങ്കിലും എന്തായാലും എനിക്ക് അത്രമേൽ ഇഷ്ടമാണ് അമ്മയെന്ന് പറയുന്നു. അമ്മ മോനെ ആ കുട്ടി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായോ, എല്ലാവർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് എനിക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. മോനെ, അമ്മ മോന് വേണ്ടി വേറൊരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് ഇവർക്ക് അറിയില്ലേ, ഇവരോട് എന്താ പറയാഞ്ഞത്? അമ്മ അതിൻ്റെ മുന്നേ തന്നെ ഇതെല്ലാം തിരഞ്ഞ് കണ്ടുപിടിച്ചല്ലേ. അമ്മ കണ്ടെത്തിയ കുട്ടി ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ മോനെ അറിയുമായിരിക്കും. അങ്ങനെ മാനസയുടെ ഫോട്ടോ കാണിച്ചു വരുന്ന ബലരാമൻ ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ. മോന് മാനസയെ അറിയുമായിരിക്കും. കൃഷും കൃപയൊക്കെ മോനോട് പറഞ്ഞിട്ടുണ്ടാവും. അവളെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ മരുമകളായിട്ട് കൊണ്ടുവരണമെങ്കിൽ. ആൻറ്റിയമ്മയും ഞാനും ഒരു പക്ഷത്ത് നിൽക്കുകയും ബാക്കിയുള്ളവർ മറുപക്ഷത്താണ്. എല്ലാം നടക്കാതിരുന്നതുകൊണ്ട് ആൻറ്റിയമ്മ ഇവിടുന്ന് പോയതാണ്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ രക്ഷിക്കാൻ. എൻ്റെ മോന് മാത്രമേ സാധിക്കുള്ളൂ. അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങോട്ട് വരാനായിട്ട്. അവളെ നമുക്ക് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. ഇതാരും അറിയണ്ട മോനെ. എനിക്ക് മാനസിക മരുമകളായിട്ട് കിട്ടണം. അതിനു വേണ്ടി തന്നെയാണ് അവളോടുള്ളൊരു കടപ്പാടുണ്ട് എനിക്ക്. അതെനിക്ക് ഇതിലൂടെ തീർക്കണം എന്ന രീതിയിലൊക്കെ സൂചി പറയുന്നുണ്ട് കേട്ടോ. ബലരാമനാണെങ്കിലോ വലിയൊരു പ്രതിസന്ധിയുടെ താഴ്മയോട് പറഞ്ഞ വാക്ക് തനിക്ക് പാലിച്ച് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത് കേട്ടോ.